ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ പ്രഭാതത്തിലും ദൈവശബ്ദം കേൾക്കുവാനായി നമുക്കൊരുങ്ങാം. ഇന്നത്തെ വായന ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി അപ്പോസ്തല പ്രവൃത്തികൾ 1 അധ്യായം 23 വാക്യം. അവർ യുസ്തോസ് എന്ന മറുപേരുള്ള ബർശബ എന്ന യോസേഫ്, മത്തിയാസ് എന്നീ 2 പേരെ നിർത്തി. ദൈവിക ദൗത്യം പൂർത്തീകരിക്കുവാൻ മനുഷ്യന്റെ പങ്കാളിത്തം ദൈവം പ്രതീക്ഷിക്കുന്നു. ആയതിനാൽ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ എന്ന അവസരം ദൈവം നമുക്ക് നൽകുന്നു. തന്റെ ശുശ്രൂഷയ്ക്കായി യേശു കർത്താവ് 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നു. എന്നാൽ ആ നിയോഗത്തിൽ നിന്നും യൂദ തെറ്റി ഒഴിഞ്ഞു പോകുന്നു. ആരും അകറ്റി നിർത്തിയതുമല്ല. യൂദ സ്വന്തമായി യേശുവിനെ തള്ളിപ്പറഞ്ഞ് തന്റെ സ്ഥാനം നഷ്ടപ്പെടുത്തുന്നു. നിയോഗങ്ങളിൽ നിന്നുള്ള പിന്മാറ്റം നമ്മുടെ തെരഞ്ഞെടുപ്പിനെ അസാധുവാക്കുന്നു. ഇവിടെ യൂദായ്ക്ക് പകരം അപ്പോസ്തല സ്ഥാനം വഹിക്കുന്നതിന് തിരഞ്ഞെടുക്കപ്പെടുവാൻ പരിഗണിക്കപ്പെട്ട 2 പേരിൽ ഒരാളായിരുന്നു ബർശബ. വേദപുസ്തകത്തിൽ മറ്റൊരു വ്യക്തിക്കും ഈ പേര് കാണുന്നുണ്ട്. ഇതൊരു അരാമ്യ നാമമാണ്. ബർശബയെക്കുറിച്ച് നമുക്ക് അല്പമായി ചിന്തിക്കാം. ഒന്നാമതായിട്ട്, ഒന്നിലധികം പേരുകളുള്ള വ്യക്തി. ഇദ്ദേഹം ശബ്ബായുടെ മകനായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 1 അധ്യായം 23 വാക്യത്തിൽ അദ്ദേഹത്തിന്റെ പേര് ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: യുസ്തോസ് എന്ന മറുപേരുള്ള ബർശബ എന്ന യോസേഫ്. ഇവിടെ യുസ്തോസ്, ബർശബ, യോസേഫ് തുടങ്ങിയ പേരുകളാണ് ഇദ്ദേഹത്തിന് ഈ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ കൃത്യമായ പേര് യോസേഫ് എന്നാണ്. ശബ്ബായുടെ മകൻ എന്നത് ഒരു വിശേഷണമാണ്. അതുകൊണ്ടാണ് ബർശബ എന്ന പേര് നൽകിയിരിക്കുന്നത്. യുസ്തോസ് എന്നത് അദ്ദേഹത്തിൻ്റെ മറുപേരും ആയിരുന്നു. എന്നാൽ യോഹന്നാന്റെ സ്നാനം മുതൽ യേശു കർത്താവിൻ്റെ സ്വർഗ ആരോഹണം വരെയും യേശുവിൻ്റെ അനുയായിയായിരുന്നു ഇദ്ദേഹം. യേശു കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്കായിട്ട് അയച്ച 70 പേരിൽ ഒരാളായിരുന്നു ബർശബ. പ്രാർത്ഥനാപൂർവമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടന്നത്. വ്യക്തിപരമായ ക്രിസ്തുവിനോടുള്ള ആഴവും നിസ്വാർത്ഥവുമായ സ്നേഹമാണ് ക്രിസ്തീയ ശുശ്രൂഷയിൽ നമുക്ക് ആവശ്യം. അതിനാൽ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലുള്ള അനുഭവങ്ങൾ യഥാർത്ഥ സാക്ഷ്യത്തിലേക്ക് നമ്മെ നയിക്കും. ബർശബയ്ക്ക് പകരം ചീട്ടു വീണത് മത്തിയാസിനായിരുന്നു. എങ്കിലും ആ ശുശ്രൂഷ പിന്തുടരുവാൻ ബർശബയ്ക്ക് സാധിച്ചു എന്ന് നമുക്ക് വിശ്വസിക്കാം. രണ്ടാമതായിട്ട്, തെരഞ്ഞെടുപ്പിൽ ഒരു പടി പിന്നിലാകുന്ന വ്യക്തി. പത്രോസും കൂട്ടരും ഇവിടെ പ്രാർത്ഥിക്കുന്നത് യൂദായ്ക്ക് പകരം മറ്റൊരാളെ തിരഞ്ഞെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്നല്ല, മറിച്ച് നീ തിരഞ്ഞെടുത്തത് ആര് എന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരണമേ എന്നാണ്. മനുഷ്യന്റെ അറിവിനും തിരഞ്ഞെടുപ്പിനും പരിമിതികളുണ്ട്. എന്നാൽ ആരും ഒരു നാളും ദൈവകൃപയ്ക്ക് അന്യരുമല്ല എന്ന് നാം ഓർത്തിരിക്കണം. 2 പേരും യോഗ്യരും ധീരരുമായ ശിഷ്യന്മാർ തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം 2 പേരുകൾ നാമനിർദ്ദേശ പട്ടികയിൽ സ്ഥാനം പിടിച്ചത്. എന്നാൽ ചീട്ട് മറ്റൊരാൾക്ക് വീഴുകയും മുന്നിൽ നിന്ന് പിന്നിലേക്ക് ഒരടി മാറി നിൽക്കുകയും ചെയ്യുവാനുള്ള മനസ്സ് ബർശബ എന്ന ശിഷ്യന് ഉണ്ടായിരുന്നു. ആ ഒരു മനസ്സില്ലാത്തതിൻ്റെ പേരിൽ ഇന്ന് സഭയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും സംഘട്ടനങ്ങൾക്കും സാക്ഷ്യം വഹിക്കുന്നവരുമാണ് നാം ഓരോരുത്തരും. മുൻപന്തിയിൽ എത്തിയില്ല എങ്കിലും, നറുക്ക് വീണില്ല എങ്കിലും പിന്നിൽ നിന്ന് ശുശ്രൂഷ നിർവഹിക്കുവാനുള്ള ഒരു മനസ്സും നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന് യേശു കർത്താവ് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18 അധ്യായത്തിൻ്റെ 14 വാക്യത്തിൽ പറയുന്നു. അങ്ങനെയെങ്കിൽ പിന്നിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുവാൻ അധികം ആരാലും ശ്രദ്ധിക്കപ്പെട്ടില്ല എങ്കിലും നിശബ്ദമായി ശുശ്രൂഷ നിർവഹിക്കുവാനും ഞാനും നിങ്ങളും തയ്യാറാകേണ്ടതുണ്ട്. അത്തരത്തിൽ ബർശബയെ പോലെ നിശബ്ദമായ ശുശ്രൂഷയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അങ്ങയുമായുള്ള ആഴമായ ബന്ധത്തിൽ ജീവിപ്പാനും അവിടുത്തെ തിരഞ്ഞെടുപ്പിനെ ചോദ്യം ചെയ്യാതെ ചില സമയങ്ങളിൽ നിശബ്ദമായും ശുശ്രൂഷ നിർവഹിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ആമേൻ.